സൂരി അവിടെ നിക്ക. കാല് പൊരിക്കുമ്പോ ധൈര്യം ഉണ്ടാച്ചാ ഇറങ്ങി വാടാ തിരുമേനെ. കുട്ടാ ഇനി നിന്റെ തിലോദകം കഴിഞ്ഞിട്ടാ ഞാൻ കുളിക്കോ? തിരിച്ചു പോവില്ല ചമ്പരെന്ന് നീയും നിന്റെ സേവകരും. ജീവനോടെ ചൂടുവല്ലാത്ത നീ. കുഞ്ഞുണ്ണിയേട്ടൻ എന്ന ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല നിനക്ക്. ആ അടിക്ക് നിന്റെ ആസനം മാത്രമേ പോയിട്ടുള്ളൂ. ഗുരുവിന്റെ അടിക്ക് നിന്റെ തല തെറിക്കും. ചാവലോടാ നിനക്ക്. അനന്താ വിട്. ഈ തിരുവങ്കനെ ഞാൻ പറഞ്ഞു വിട്ടോളാം. ഈ മുറ്റത്ത് നിന്റെ ഒച്ച ഇനി പൊങ്ങരുത്. ഇറങ്ങി പൊക്കോണ ഈ നിമിഷം. പട്ടാഴ തിരുമേനിയുടെ മുമ്പില് പിച്ച വെച്ച് നടക്കുന്ന മകനെ അയച്ച മൂപ്പിലാനുണ്ടല്ലോ, നിന്റെ അച്ഛൻ. അയാളെയാണ് എനിക്ക് കാണേണ്ടത്. ഉപദേശിച്ച് പദം വരത്തേണ്ട പ്രായം കഴിഞ്ഞുപോയി മൂർഖന്. താൻ എന്റെ അച്ഛനിട്ട് എന്നെ കുത്തിയല്ലേ? ഇക്കണ്ട കാലം എന്റെ അച്ഛൻ താലി കയറ്റി വെച്ച് കൊണ്ട് നടന്നിരുന്നത് മനസ്സിലായില്ലേ? പട്ടാളിത്തമ്പുരാന്റെ ഗുലാനെ തന്നെയാ. സൽക്കാരത്തിന് വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഓടി വന്നത് മേലടുക്കളയിലെ രുചി നുണയാനല്ല, മണിയൻകോട്ട ആയുധപ്പുരയുടെ ശേഷി അളക്കാനാ. അതും പട്ടാഴി എന്ന് പറഞ്ഞിട്ടാ. അതാ കഥയുടെ ഗുളിക ചുരുക്കം. അതല്ല, തന്തയും മക്കളും പൊരുതാൻ നിന്നാൽ അന്യം നിന്നുപോവും മണിയൻകോട്ട് ഗോത്രം. കളി മാധവനോടാ. 108 മർമ്മങ്ങളും കെട്ടുപോയ വെറും ഉടലാണ് നീ. ഇനി ഒരിക്കലും നിന്റെ വാക്കും നോക്കും നേരെ നിൽക്കില്ല. അതുകൊണ്ട് ശിഷ്ടകാലം ഇതുപോലെ ചത്തു ജീവിക്കും. അതാണ് നിനക്കുള്ള ശിക്ഷ. പൊയ്ക്കോളൂ. പോടാ. പേടിക്കാൻ തന്നെയാണ് പേടിപ്പിച്ചത്. ഇയാള് ബലിച്ചോറോ പടച്ചോറോ എന്തു വേണോ ആയിക്കോ, പക്ഷെ എന്റെ ചോറിൽ പാറ്റയിടരുത്. എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പുലിവേട്ടക്കാരൻ ആടിനെ വളർത്തുന്നത് പാല് കുടിക്കാനാ? അല്ലല്ല, പുലിയെ പിടിക്കാനാ. ഇയാളെ കാട്ടി യക്ഷി ക്ഷണിച്ചാൽ യക്ഷി വരും. ഇയാളെ തിന്നാലെന്ന് യക്ഷിയുടെ വിശപ്പ് മാറില്ല. അടുത്തൂരുള്ള ഞാനായിരിക്കും. എന്താ എന്താ ഇവിടെ? ഓരോരോ മന്ത്രങ്ങൾ പറഞ്ഞു പഠിപ്പിക്കായിരുന്നു ഞാൻ. ഒന്നുകിൽ പറഞ്ഞത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കിയത് പറയുക. ഓ, കുട്ടിയെ വെറുതെ പേടിപ്പിക്കാതെ. കുട്ടിയെ പേടിപ്പിച്ചല്ലേ ഉള്ളൂ, അല്ലാതെ പീഡിപ്പിച്ചൊന്നുമില്ലല്ലോ. എന്താ, ഭയമുണ്ടോ? എനിക്കൊരു ഭയമില്ല. ഭയം വേണം. ഇതുപോലൊരു തൃക്കാർത്തിക രാത്രിയിലാണ് നെല്ലൂർക്കാരനവർ കൊല്ലപ്പെട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ ഹരിനാരായണൻ മരിച്ചതും ഇതേ ദിവസ. ഇനി നിന്റെ ഊഴ വാങ്ങിക്കോളൂ. നിന്റെ കയ്യിൽ നിന്ന് തെളിയട്ടെ ഇവിടെ മുഴുവൻ ലക്ഷം ദീപങ്ങൾ.
സർവേശ്വരി ഹരിപ്രിയേ നമസ്തുഭ്യം. തുളസി, കുട്ടേട്ടൻ എവിടെ? അത്താഴ പൂജ കൂടി കഴിഞ്ഞേ വരും. ജപിക്കാനിരിക്കുമ്പോ ഈ ഭസ്മം തൊടാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. ശരി. ആരാ? 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 ആരാ ഈ വിളക്ക് കെടുത്തിയത്? എനിക്ക് വേണ്ടത് ബുദ്ധിയൊരുക്കാൻ ഇപ്പോഴും സാരസ്വതം സേവിച്ചുകൊണ്ടിരിക്കുന്ന പരികർമ്മി കുട്ടികളെയല്ല. അതറിയില്ലേ നിനക്ക്? എവിടെയവൻ? നിന്റെയൊക്കെ വാദ്യാർ എനിക്കൊന്ന് കാണണവനെ ഇങ്ങോട്ട് വിളിക്കുക. ഗിരീശനല്ല, താത്രി. ഞാൻ ആവാഹിച്ചു വരുത്തിയ മണിയങ്കോട്ടെ താത്രി, സാവിത്രി എന്ന രക്തരാക്ഷസ്. ഗിരീശ! അയ്യോ, മാധവേട്ടനോ? ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഞാൻ ഇവരോട് പറയായിരുന്നു മാധവേട്ടൻ എന്റെ ശത്രുവല്ലാന്ന്. അല്ല, അതാണ് സത്യം. മിത്ര എന്റെ പെങ്ങളല്ലേ, അവളുടെ ദൈവമല്ലേ മാധവേട്ടൻ. പട്ടാഴി മാധവൻ എന്റെ അളിയനാന്ന് പറയുന്നതിൽ എനിക്കെന്നും അന്തസ്സാ.